ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിനു ഫ്രണ്ട്സ്. അപ്പൊ നമ്മളിന്ന് അടുത്ത മീൻപിടുത്തത്തിന് പോവുകയാണ്. അടുത്ത മീൻപിടുത്തമല്ല, അപ്പൊ നമ്മളിന്ന് ഫിഷിങ്ങിനായിട്ട് ഇതാ വീണ്ടും ഇറങ്ങാൻ പോവുകയാണ്. എന്റെ കൂടെ ഞാനുണ്ട്, വിപിൻ സാറുണ്ട്, പിന്നെ പുഷ്പ സാറും ഉണ്ട്. അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാനിന്ന് മീൻ പിടിക്കുന്നില്ല, എനിക്കിന്ന് നമ്മുടെ വീഡിയോ എടുപ്പും പ്ലസ് നമ്മളൊരു ഡെയിലി ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഫിറ്റ്നസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഡീറ്റെയിൽസ് അതിലെല്ലാം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീക്കിലി 5 ക്ലാസ്സാണുള്ളത്. യോഗ, കാർഡിയോ, എയറോബിക്സ്, പിന്നെ വർക്കൗട്ട്, ഓൺ ബോഡി വർക്കൗട്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വീക്കിലി 5 ഡേയ്സ് ക്ലാസ്സാണ്. അപ്പോൾ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവരും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ട് ആഗ്രഹിക്കുന്നവരും ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഫൈനലി നമ്മൾ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിലെത്തി. ആഹാ, എന്ത് ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ സെറ്റായിട്ട് കണ്ടോ. ഈ വെള്ളം തെളിഞ്ഞു കിടക്കും കേട്ടോ. മീനും വല്ലതും ഉണ്ടോ? ഇതുണ്ടോ, നമുക്ക് നല്ല തെളിഞ്ഞു കിടക്കുന്നുണ്ടോ വെള്ളം. അയ്യോ, അപ്പോൾ അരമണിക്കൂർ കൊണ്ട് വിപിൻ സാർ ഏത് മീനിനെയാണ് പിടിക്കണതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ആ മീൻ പിടുത്തം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്ഥലം വിടുന്നതായിരിക്കും. അതെ, നമ്മുടെ മീന് നല്ല ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വിപിൻ സാറ്. ഇതേ എടുത്തു. അടുത്തതേ ചൂണ്ട ഊരി ചൂണ്ടയിലേക്ക് വളരെ സാവധാനം ഒരിത് കയറ്റി വയ്ക്കുന്നു. ഇനി നേരെ കടലിലേക്ക് ഉന്നം വച്ച് ചെറുവിരൽ നേരെ എറിഞ്ഞ് അടുത്ത് എറിഞ്ഞ് നമ്മളെ കൊറക്കലീനെ പിടിക്കാനുള്ള പരിപാടിയാണ്. വെട്ടി വലിക്കുന്നു. കൊറക്കലി ഇല്ലേ? കൊറക്കലി ഇല്ലേ? ഉണ്ടാവും. ഏവനൊക്കെ വരുന്നുണ്ട്. കൊത്തുണ്ട്. ഇതാണ് സാധനം. എന്തോ കൊത്തണല്ലേ? ആരും കൊത്തിയില്ല. നിസ്സഹായനായി വിപിൻ സാർ. പുഷ്പ സാർ സെറ്റായി. മീനിനെ പിടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ട്യൂണ വാങ്ങിച്ച്, ചൂര മീൻ വാങ്ങിച്ച് കട്ട് ചെയ്ത് ഒരു വലിയ പീസ് എടുത്ത് എല്ലാം നല്ല സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ശ്രദ്ധാപൂർവം എല്ലാം റെഡിയാക്കി വലിയൊരു കല്ലൊക്കെ കെട്ടിയിട്ടുണ്ട്. ട്യൂണയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വെയിറ്റ് എടുത്ത് പുഷ്പ സാറിൻ്റെ ഫിഷിംഗ് സ്റ്റൈലാണ് നമ്മൾ കാണാൻ പോണേ. വിപിൻ സാറിൻ്റെ മീൻ ഇപ്പോൾ ആരോ തട്ടിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പുഷ്പ സാറതെ നേരെ കടലിൻ്റെ അടുത്തേക്ക് വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി സാവധാനം കൈയൊക്കെ ഒന്ന് കഴുകി ഒന്ന് രണ്ട് ഹോയ് എറിഞ്ഞു. ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കും. കിട്ടിയോ? അതെ, വിപിൻ സാറ് പിടിച്ചേ, കൊറക്കലി പിടിച്ചേ. വിപിൻ സാറ് കൊറക്കലി പിടിച്ചേ. പോയാ ഗ്രൂപ്പർ ഉണ്ടോ? ദേ ഫസ്റ്റ് മീനാട്ടത്. ഗ്രൂപ്പർ. ചാടല് ചവിട്ടിപ്പിടിച്ച് ഹുക്ക് വലിച്ചൂരുന്നു. റിലീസ് ചെയ്യാല്ലേ? ഇനി കട്ട് ചെയ്തെറിയണോ? അതെ. അപ്പം നമുക്ക് ഇവനെ അങ്ങ് റിലീസ് ചെയ്യാം. പുഷ്പ സാറിന് ഏതോ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. വലിക്കുന്നുണ്ട്. അവനോ വരുന്നുണ്ട്. അതെ ഗ്രൂപ്പർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അത്രയും വലിയ ബെയ്റ്റ് എടുത്ത ഇവനാണ് ഇത്. അത്രയും വലിയ ബെയ്റ്റ് എടുത്ത ആശാനാണ് കേട്ടോ ഇവൻ. അങ്ങനെ വലിയ മീനിനെ പ്രതീക്ഷിച്ച് പുഷ്പ സാറിന് കിട്ടിയത് ഒരു ചെറിയ മീൻ. അടുത്ത് വിപിൻ സാറ് പിടിച്ച് അതിനെ ഞാൻ റിലീസ് ചെയ്യണം കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങി, വെള്ളത്തിലേക്ക് വിട്ട് ഇനി അവൻ നൈസായിട്ട് ഒളിച്ചിരിക്കണ കണ്ട. ഇങ്ങനെയാണ് ഒളിച്ചിരിക്കേണ്ടത്.
ഇറങ്ങി ഓടറാ. ആ ആ തിരിച്ച് ഉള്ള ജീവനും കൊണ്ട് കല്ലിൻ്റെ അടിയിൽ കയറി. വാലി തൊട്ടപ്പം അടിച്ച് ഇതേ. അപ്പോൾ നമ്മളവനെ എന്ത് ചെയ്യാൻ പോവാണ്? റിലീസ് ചെയ്യാൻ പോവുകയാണ്. നീ പോയി മിനിമം ഒരു 15 കിലോയെങ്കിലും ആയിട്ട് തിരിച്ചു വാ. ഇതാ അവൻ പോയി. ഒരു സൈഡിൽ വിപിൻ സാർ, ഒരു സൈഡിൽ പുഷ്പ സാർ. ആ കിട്ടി. വിപിൻ സാറിന് ഏതോ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ഏവനാണെന്ന് നോക്കട്ടെ. പെടയലുണ്ട്. മോനെ, ഇത് മറ്റവനല്ലേ? ഇതാണ് ഗോട്ട് ഫിഷ്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന്റെ പേരെന്താന്ന് പറയാൻ അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് കണ്ടോ, ഇതിനൊരു താടിയൊക്കെ ഉള്ള മണലേർപ്പിച്ച്. നല്ല ആരോഗ്യമാണല്ലോ അവന്. ചവിട്ടിപ്പിടിച്ച് അങ്ങനെയൊന്നും വിട്ട് തരൂല. അത് ഒരു വല്ലാത്ത ചവിട്ടായി പോയേട്ടാ. ചൂണ്ട വരെ വെളിയിൽ വന്നു. ഉരട്ടെ അങ്ങോട്ട്. കേറി വാ. അത് കയ്യിലെടുത്താലേ ശരിയാവുള്ളൂ എന്ന് മനസ്സിലാക്കി വിപിൻ സാർ കയ്യിലെടുത്ത്. താടിയിലാണല്ലേ അത് ഇതാക്കിയത്. തറയിടല്ലേ സാർ എൻ്റെ താടി എന്ന് കാണിച്ചേ. ഇതാണ് താടി കേട്ടോ എൻ്റെ. ഇതിനെ ഗോട്ട് ഫിഷ് എന്നാണ് പറയണത്, എനിക്കറിയാമെന്നുള്ളത്. ഇതിൻ്റെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. മീനിനെ നല്ലോണം കണ്ടോളൂ. താടിയുണ്ട്. ഇതാണ് അതിൻ്റെ ശരീരപ്രകൃതം. നല്ലൊരു അടിപൊളി മഴ ദാ ഇങ്ങനെ ഇരുണ്ട് നിൽക്കുക കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് ഇരുട്ടായി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ മഴയും കൂടെ ആയതുകൊണ്ട് എന്തായാലും ഇന്നത്തെ മീൻപിടുത്തം ഞാനിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ് സാറേ. അപ്പോൾ ഞാൻ പോട്ടെ. കമ്മിങ് റെയിൻ. മോനെ, മഴ കൂടി പെട്ടല്ലോ. അയ്യോ, ഞാൻ കുടുങ്ങി. അയ്യോ, മഴ പണിപാളി. മഴ